ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 29-ാമത്തെ അധ്യായം, അതിൽ 56-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകോനത്രിംശോऽധ്യായഃ. പ്രാചീനബർഹിരുവാച ഭഗവംസ്തേ അവചോസ്മാഭിർന സമ്യഗവഗമ്യതേ കവയസ്തദ്വിജാനന്തി ന വയം കർമ്മമോഹിതാഃ. നാരദ ഉവാച പുരുഷം പുരഞ്ജനം വിദ്യാദ്യദ്വിനക്ത്യാത്മനഃ പരം ഏകദ്വിത്രിച്ചതുഷ്പാദം ബഹുപാദമപാദകം. യോ വിജ്ഞാതാഹൃതസ്തസ്യ പുരുഷസ്യ സഖേശ്വര യന്ന വിജ്ഞായതേ പുംഭിർനാമഭിർവാ ക്രിയാഗുണൈഃ. യദാ ജിഘൃച്ഛൻ പുരുഷ കാസ്യേന പ്രകൃതേർഗുണാൻ നവദ്വാരം ദ്വിഹസ്താം ഖ്രി തത്രാമനുതസാധ്വിതി. ബുദ്ധിം ദുപ്രമദാം വിദ്യാൻ മമാഹമിതി യൽകൃതം യാമധിഷ്ഠായ ദേഹേസ്മിൻ പുമാൻ ഭുങ്ക്തേ ക്ഷഭിർഗുണാൻ. സഖായ ഇന്ദ്രിയഗണാ ജ്ഞാനം കർമ്മ ച യൽകൃതം സഖ്യസ്തദ്വൃത്തയ പ്രാണഃ പഞ്ചവൃത്തിർയഥോരഗ. ബൃഹദ്ബലം മനോവിദ്യാദുഭയേന്ദ്രിയനായകം പഞ്ചാലാ പഞ്ചവിഷയ യന്മധ്യേന വഖം പുരം. അക്ഷിണീനാസികേ കർണൗ മുഖം ശിശ്നഗുദാവിതി ദ്വേ ദ്വേ ദ്വാരൗ ബഹിര്യാദി യസ്തദിന്ദ്രിയ സംയുതഃ. അക്ഷിണീനാസികേ ആസ്യമിതി പഞ്ചപുരകൃതാഃ ദക്ഷിണാ ദക്ഷിണകർണ ഉത്തരാചോത്തരസ്മൃതഃ. പശ്ചിമേ ഇത്യധോദ്വാരൗ ഗുദം ശിശ്നമിഹോച്യത്തെ ഖദ്യോദാവിർമുഖീ ചാത്ര നേത്രേ ഏകത്ര നിർമ്മിതേ. രൂപം വിഭ്രാജിതം താഭ്യാം വിചഷ്ടേ ചക്ഷുഷേശ്വരഃ. നളിനീനാളിനീനാസേ ഗന്ധസൗരഭ ഉച്യത്തെ ഘ്രാണോऽവധൂതോ മുഖ്യാസ്യം വിപണോ വാഗ്രസദ്വിദ്രസഃ. आपणो व्यवहारोऽत्र चित्रमन्थो बहूदनं पितृहुर्दक्षिणकर्ण उत्तरो देवहू स्मृतः. प्रवृत्तं च निवृत्तं च शास्त्रं पञ्चालसंनिधं पितृयानं देवयानं श्रोत्रात् श्रुतिधरादु व्रजेत्. आसुरी मेढ्रमर्वाग्व्या व्यवायो ग्रामीणां रतिम् उपस्थो दुर्मद प्रोक्तो निरृतिर्गुद उच्यते. वैशसं नरगं पायुर्लुब्धगोन्धौ मे शृणु हस्तपादौ पुमांस्ताभ्यां युक्तो यादि करोति च. अन्तःपुरं च हृदयं विशूचिर्मन उच्यते तत्र मोहं प्रसादं वा हर्षं प्राप्नोति तद्गुणैः. यथा यथा विक्रियते गुणाक्तो विकरोति वा तथा तथोपद्रष्टात्मा तद्वृत्तिरनुकार्यते. देहो रथस्त्विन्द्रियाश्व संवत्सररयो गतिः द्विकर्मचक्रस्त्रिगुणध्वज पञ्चासुबन्धुरः. मनोरश्मिर्बुद्धिसूतो हृन्नीडो द्वन्द्वकूबरः पञ्चेन्द्रियार्थप्रक्षेप सप्तधातुवरूथकः. आगूतिर्विक्रमो बाह्व्यो मृगतृष्णां प्रधावति एकादशेन्द्रियचमूः पञ्चसूना विनोदकृत्. संवत्सरश्चण्डवेगः कालो येनोपलक्षितः तस्याहानीह गन्धर्वा गन्धर्व्यो रात्रयः स्मृताः. हरन्द्यायुपरिक्रान्त्या षष्ट्युत्तरशतत्रयम्. कालकन्या जरा साक्षाल्लोकस्तां नाभिनन्दति स्वस्वारं जगृहे मृत्युः क्षयाय यवनेश्वरः. आधयो व्याधयस्तस्य सैनिका यवनाश्चराः भूतोपसर्गाशुरयः प्रज्वारो द्विविधो ज्वरः. एवं बहुविधैर्दुःखैर्दैवभूतात्मसम्भवैः क्लिश्यमानः शतं वर्षं देहे देहीतमोवृतः. प्राणेन्द्रियमनोधर्मानात्मन्यध्यास्य निर्गुणः शेते कामलवान्ध्यायन् ममाहमिति कर्मकृत्. यदात्मानमविज्ञाय भगवन्तं परं गुरुं पुरुषस्तु विषज्येदा गुणेषु प्रकृतेः स्वदृक्. गुणाभिमानी स तदा कर्माणि कुरुते वशः शुक्लं कृष्णं लोहितं वा यथा कर्माभिजायते.
ശുക്ലാൽ പ്രകാശഭൂയിഷ്ഠാൻ ലോകാനാപ്നോതി കർഹിച്ചിൽ ദുഃഖോദർക്കാൻ ക്രിയായാസാം സ്തമ ശോകോൽക്കടാൻ ക്വചിൽ ക്വചിൽ പുമാൻ ക്വചിച്ച സ്ത്രീ ക്വചിന്നോ ഭയമന്ധധീ ദേവോ മനുഷ്യസ്ഥിര്യഗ്വാ യഥാ കർമ്മഗുണം ഭവഃ. ക്ഷുൽപരീതോ യഥാ ദീന സാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദതി യദ്ദിഷ്ടം ദണ്ഡമോദനമേവ വാ തഥാ കാമാശയോ ജീവ ഉച്ചാവജപഥാത് ഭ്രമൻ ഉപര്യഥോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാപ്രിയം. ദുഃഖേഷ്വേകതരേണാപി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദ സ്യാച്ചേത്തൽ പ്രതിക്രിയ യഥാ ഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സ ആധത്തെ തഥാ സർവാ പ്രതിക്രിയാ. നൈകാന്തത പ്രതീകാര കർമ്മണം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്നൈവാനഘ. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നെ വിചരതോ യഥാ അഥാത്മനോർത്ഥഭൂതസ്യ യതോനർത്ഥപരം പരാ സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭക്ത്യാ പരമയാ ഗുരൗ. സോചിരാ ദേവരാജശ്രേയസ്യാദച്യുതകഥാശ്രയഃ ശൃണ്വത ശ്രദ്ധാനസ്യ നിത്യദാ സ്യാദധീയതഃ. യത്ര ഭാഗവതാ രാജൻ സാധവോ വിശദാശയാഃ ഭഗവദ്ഗുണാനുകഥനശ്രവണവ്യഗ്രചേതസഃ തസ്മിൻ മഹന്മുഖരിതാ മധുഭിച്ചരിത്രപീയൂഷശേഷസരിത പരിതസ്രവന്തി തായേ പിബന്ധ്യവിതൃശോ നൃപഗാഠകർണൈസ്താന്ന സ്പൃശന്ത്യശനതൃഡ് ഭയശോകമോഹാ. ഏതൈരുപദ്രുതോ നിത്യം ജീവലോകസ്വഭാവജൈഃ ന കരോതി ഹരേർനൂനം കഥാമൃതനിധൗ രതിം. പ്രജാപതിപതി സാക്ഷാൽ ഭഗവാൻ ഗിരിശോ മനുഃ ദക്ഷാദയ പ്രജാധ്യക്ഷ നൈഷ്ഠികാഃ സനകാദയഃ മരീചിരത്രംഗിരസൗ പുലസ്ത്യപുലഃ ക്രതു ഭൃഗുർവസിഷ്ഠ ഇത്യേതേ മദന്താ ബ്രഹ്മവാദിനഃ. അദ്യാപി വാചസ്പതയസ്തപോ വിദ്യാ സമാധിഭിः പശ്യന്തോപി ന പശ്യന്തി പശ്യന്തം പരമേശ്വരം. യദായമനുഗൃഹ്ണാതി ഭഗവാനാത്മഭാവിതഃ സ ജഹാതി മതിം ലോകേ വേദേ ച പരിനിഷ്ഠിതാം. തസ്മാത് കർമ്മസു ബർഹിഷ്മന്നജ്ഞാനാദർത്ഥകാശിഷു മാർത്ഥദൃഷ്ടിം കൃഥാ ശ്രോത്രസ്പർശിഷ്വസ്പൃഷ്ട വസ്തുഷു. സ്വം ലോകം ന വിദുസ്തേ വൈ യത്ര ദേവോ ജനാർദ്ദനഃ ആഹുർധൂമ്രധിയോ വേദം സകർമ്മകമതദ്വിദഃ. ആസ്തീര്യദർഭൈഃ പ്രാഗഗ്രൈഃ കാസ്നേന ക്ഷിതിമണ്ഡലം സ്തബ്ധോ ബൃഹദ്വധാന്മാനീ കർമ്മ നാവൈഷിയൽപരം തൽകർമ്മഹരിതോഷം യൽസാ വിദ്യാതന്മതിർയയാ. ഹരിർദേഹഭൃതാമാത്മാ സ്വയം പ്രകൃതിരീശ്വരഃ തത്പാദമൂലം ശരണം യദക്ഷേമോ നൃണാമിഹ. സ വൈ പ്രിയതമശ്ചാത്മാ യതോ ന ഭയമണ്വപി ഇതി വേദ സ വൈ വിദ്വാൻ യോ വിദ്വാൻ സ ഗുരുർഹരിഃ. നാരദ ഉവാച പ്രശ്ന ഏവം ഹി സംഛിന്നോ ഭവതഃ പുരുഷർഷഭ അത്ര മേ വദതോ ഗുഹ്യം നിശാമയ സുനിശ്ചിതം. ക്ഷുദ്രഞ്ജരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണ സാമസുലുബ്ധകർണം അഗ്രേ വൃകാൻ അസുതൃപോ വിഗണയ്യസയാന്തം പൃഷ്ഠേ മൃഗം മൃഗയലുബ്ധഗബാണഭിന്നം. സത്വം വിചക്ഷ്യ മൃഗചേഷ്ടിതമാത്മനോന്തശ്ചിത്തം നിയച്ഛ ഹൃദി കർണധുനിം ച ചിത്തേ ജഹ്യംഗനാശ്രമം അസത്തമയൂഥഗാഥം പ്രീണീഹി ഹംസശരണം വിരമക്രമേണ. രാജോവാച ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ
ഭഗവാൻ യദഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായ കിം ന ബ്രൂയുർവിദുര്യതി. ഇനി 57-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. സംശയോത്ര തുമേ വിപ്ര സംഛിന്നസ്ഥൽകൃതോ മഹാൻ ഋഷയോഭി മുഹ്യന്തി യത്ര നേന്ദ്രിയവൃത്തയഃ. സംശയോത്ര തുമേ വിപ്ര സംഛിന്നസ്ഥൽകൃതോ മഹാൻ ഋഷയോഭി മുഹ്യന്തി യത്ര നേന്ദ്രിയവൃത്തയഃ. അപ്പോൾ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, ഇതിൽ അവരാൽ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ആ കാര്യമായിരിക്കുന്ന സംശയം തീർക്കപ്പെട്ടു. യാതൊന്നിലാകട്ടെ ഇന്ദ്രിയ വ്യാപാരം അപര്യാപ്തമാകയാൽ അത്ര ഇവിടെ ഋഷികൾ പോലും ഭ്രമിക്കുന്നു. പ്രാചീന ബർഹിസ് പറയുകയാണ്, ആ ഉപാധ്യായമാർ ഇതിൻ്റെ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശ്രുതമന്വീക്ഷിതം ബ്രഹ്മൻ ഭഗവാൻ യദഭാഷത നൈതജ്ജാനന്ത്യുപാധ്യായ കിം ന ബ്രൂയുർവിദുര്യതി. ശ്രീനാരദ മഹർഷി ഉപദേശിച്ചതല്ല ആ പ്രാചീന ബർഹിസ് സശ്രദ്ധം കേട്ട് മനസ്സിലാക്കി. തൻ്റെ ഗുരുനാഥന്മാർ ഇതൊന്നും ഉപദേശിച്ചിട്ടില്ല, കാരണം അവർക്കറിയാഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ ആ നാരദവാക്യം അനുമോദിച്ച് വേറെ കാര്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുകയാണ്. എന്നിട്ടാണ് പറയണത്, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇതിൽ അവരാൽ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ കാര്യമായിരിക്കുന്ന സംശയം. അപ്പോൾ ഈ ഉപാധ്യായമാരും ആചാര്യന്മാരും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ സംശയം, അത് സംശയത്തിനുള്ള ആ ഉത്തരം കിട്ടി. ആ സംശയം സംഛിന്ന അത് തീർക്കപ്പെട്ടു. ഇനി യാതൊന്നിലാകട്ടെ ആ ഇന്ദ്രിയ വ്യാപാരം അത്രയും ഇവിടെ ഋഷിമാർ പോലും അങ്ങനെ ഇന്ദ്രിയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ, ആ ഭഗവാനിലേക്ക് എത്താൻ വളരെ വിഷമാണെന്നാണ് പറയണത്. അപ്പോൾ യാതൊന്നിലാകട്ടെ ആ ഭഗവാനിൽ ഉള്ള ആ ശ്രദ്ധ, ഈ ഇന്ദ്രിയ വ്യാപാരങ്ങൾ ശ്രദ്ധയ്ക്ക് ഈ ഇന്ദ്രിയ വ്യാപാരം അപര്യാപ്തമാകിയാൽ ഋഷിമാർ പോലും അതിൽ ഭ്രമിച്ചിട്ട് ആ ഭഗവാനെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയണത്. ഹേ വിപ്ര, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അത്ര ഇതിൽ തൽകൃത അവരാൽ സൃഷ്ടിക്കപ്പെട്ട മേ എൻ്റെ മഹാൻ കാര്യമായിരിക്കുന്ന സംശയം സംഛിന്നഃ തു തീർക്കപ്പെട്ടു. യത്ര ഹി യാതൊന്നിലാകട്ടെ ഇന്ദ്രിയവൃത്തേഹ ന ഇന്ദ്രിയ വ്യാപാരം അപര്യാപ്തമാകയാൽ അത്ര ഇവിടെ ഋഷയഃ അപീതു ഋഷിമാർ പോലും മുഹ്യന്തി ഭ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ശ്രീനാരദ മഹർഷി അങ്ങ് പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ആ ഉപാധ്യായമാരൊക്കെ സൃഷ്ടിക്കപ്പെട്ട സംശയം അവരെന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നില്ല എന്നുള്ള ആ സംശയം, കാര്യമായിട്ടുള്ള സംശയം എനിക്കിവിടെ തീർക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ അത്ര ഇതിൽ തൽകൃത അവരാൽ സൃഷ്ടിക്കപ്പെട്ട മേ എൻ്റെ മഹാൻ കാര്യമായിരിക്കുന്ന സംശയം സംഛിന്ന അതൊക്കെ തീർക്കപ്പെട്ടു. യത്ര ഹി യാതൊന്നിൽ ആകട്ടെ ഇന്ദ്രിയവൃത്തിയഹത ഇന്ദ്രിയ വ്യാപാരം അപര്യാപ്തമാകയാൽ അത്ര ഇവിടെ ഋഷയഃ അപീതു ഋഷിമാർ പോലും മുഹ്യന്തി ഭ്രമിക്കുന്നു. അപ്പോൾ അതിലത്തെ പദങ്ങൾ ഒന്നും കൂടി പറയാം. ഹേ വിപ്ര, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അത്ര ഇതിൽ തൽകൃത അവരാൽ സൃഷ്ടിക്കപ്പെട്ട മേ എൻ്റെ മഹാൻ കാര്യമായിരിക്കുന്ന സംശയം സംഛിന്നഹത്തു തീർക്കപ്പെട്ടു. യത്ര ഹി യാതൊന്നിലാകട്ടെ ഇന്ദ്രിയവൃത്തേഹ ഇന്ദ്രിയ വ്യാപാരം അപര്യാപ്തമാകയാൽ അത്ര ഇവിടെ ഋഷയഃ അപിതു ഋഷിമാർ പോലും മുഹ്യന്തി ഭ്രമിക്കുന്നു. ഇതിലത്തെ അന്വയം ഹേ വിപ്ര അത്ര തൽകൃത
മേ മഹാൻ സംശയഃ സംഛിന്നഃ യത്ര ഹി ഇന്ദ്രിയവൃത്തയഃ അത്ര ഋഷയഃ തു അത്ര ഋഷയഃ അപി തു മുഹ്യന്തി. എന്നും കൂടി പറയാം. ഹേ വിപ്ര അത്ര തൽകൃതഃ മേ മഹാൻ സംശയഃ സംഛിന്നഃ തു യത്ര ഹി ഇന്ദ്രിയവൃത്തയഃ ന അത്ര ഋഷയഃ അപി തു മുഹ്യന്തി. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, ഇതിൽ അവരാൽ സൃഷ്ടിക്കപ്പെട്ട എൻ്റെ മഹത്തായിരിക്കുന്ന ആ സംശയം തീർക്കപ്പെട്ടു. യാതൊന്നിലാകട്ടെ ആ ഇന്ദ്രിയ വ്യാപാരം അപര്യാപ്തമാകയാൽ ഇവിടെ ഋഷിമാർ പോലും ഭ്രമിക്കുന്നു. ഉപദേശ വൈകല്യം ഹേതുവായിട്ട് എനിക്കുണ്ടായിരിക്കുന്ന കാര്യമായിട്ടുള്ള സംശയങ്ങളെല്ലാം അങ്ങൊന്ന് തീർത്തു തന്നു. ഇനി ചിലതുകൂടി ഉണ്ട്. ഇന്ദ്രിയ ഗോചരങ്ങളല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അറിവാൻ ഋഷികൾ കൂടി അപ്രാപ്തരാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഋഷിമാർ കൂടി അപ്രാപ്തരാണ്. അപ്പം 87-ാമത്തെ ശ്ലോകം, വിപ്ര ആചാര്യന്മാരുടെ വാക്കുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ആ വലിയ ആ സംശയം ഇവിടെ തീർന്നു. ഇന്ദ്രിയവൃത്തികൾക്ക് പ്രവേശമില്ലാത്ത കാര്യത്തിൽ ഋഷികളും മോഹിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹേ ബ്രഹ്മൻ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന അങ്ങ് ഉപദേശിച്ചതിന് മനസ്സിരുത്തി കേൾക്കുകയും അർത്ഥം ചിന്തിക്കുകയും ചെയ്തു. എനിക്ക് കർമ്മമാർഗങ്ങളെ ഉപദേശിച്ച ആചാര്യന്മാർ ഈ തത്വം അറിയുന്നില്ല, അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉപാധ്യായന്മാർ ഉപദേശിക്കാതിരുന്നത് കൊണ്ട് ആ ആത്മതത്വത്തിൽ എനിക്കുണ്ടായിരുന്ന ആ ബലമായിരിക്കുന്ന സംശയം അങ്ങയുടെ ഉപദേശ നിമിത്തം ആ മൂലത്തോടു കൂടി തന്നെ അത് നശിച്ചു. എൻ്റെ ആചാര്യന്മാർ ഈ തത്വത്തെ എന്നോട് ഉപദേശിക്കാത്തതിനാൽ ആശ്ചര്യം തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രിയവൃത്തികൾക്ക് എത്തുവാൻ കഴിയാത്തതായിരിക്കണം ആ ആത്മതത്വം നിർണയിക്കുന്നതിൽ ഋഷികൾ കൂടെ മോഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ നോക്കാം. അതഃ ഉപാധ്യായഗതഃ, അതുകൊണ്ട് ആ ഉപാധ്യായമാർ നിന്നും വന്നുപെട്ടിട്ടുള്ള സംശയസ്ത്വയാ ഛിന്നഃ, ആ സംശയങ്ങളൊക്കെ എനിക്കിവിടെ തീർന്നു. അതഃ ഉപാധ്യായഗതഃ, ഉപാധ്യായമാരിൽ നിന്നും ഉള്ള ആ സംശയസ്ത്വയാ, ആ സംശയങ്ങളെ അങ്ങ് അതിനെ ഇല്ലാതെയാക്കി. അത്രതു കശ്ചിൽ സംശയോ വർത്തതേ, അതുവരെ ആ എന്തോ ഒരു സംശയം ഇതിൽ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നു അർത്ഥം. അപ്പോൾ അതഃ ഉപാധ്യായഗതഃ സംശയസ്ത്വയാ ഛിന്നഃ, അതുകൊണ്ട് ആ ഉപാധ്യായമാരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഈ സംശയത്തെ അങ്ങ് ഇല്ലാതെയാക്കി. അത്രതു കശ്ചിൽ സംശയോ വർത്തതേ, അതുവരെ ആ സംശയം ഇങ്ങനെ വർത്തിക്കണു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. അതഃ ഉപാധ്യായഗതഃ സംശയസ്ത്വയാ ഛിന്നഃ അത്രതു കശ്ചിൽ സംശയോ വർത്തതേ. അപ്പോൾ അടുത്ത 2 ശ്ലോകങ്ങൾ കൂടിയിട്ടാണ് 58ഉം 59ഉം. കർമാണ്യാരഭതേയേന പുമാനിഹ വിഹായതം അമുത്രാന്യേന ദേഹേന ജുഷ്ടാനി സ യദശ്നുതേ. കർമാണ്യാരഭതേയേന പുമാനിഹ വിഹായതം അമുത്രാന്യേന ദേഹേന ജുഷ്ടാനി സ യദശ്നുതേ ഇതി വേദവിദാം വാദ ശ്രൂയതേ തത്ര തത്രഃ കർമ്മയൽ ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. ഇതി വേദവിദാം വാദ ശ്രൂയതേ തത്ര തത്രഃ കർമ്മയൽ ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. അപ്പോൾ ജീവാത്മാവ് ആ ഇഹലോകത്തിൽ ആ ഏതിലൂടെ ആ കർമ്മങ്ങളെ ആരംഭിക്കുന്നുവോ എന്നുള്ളതാണ്. കർമ്മണ്യാരഭതേന പുമാനിഹ വിഹായതം, ജീവാത്മാവ് ഈ ലോകത്തിൽ ഏതിലൂടെ ആ കർമ്മങ്ങളെ ആരംഭിക്കുന്നുവോ ആ ശരീരത്തെ വിഹായ ഉപേക്ഷിച്ചിട്ട്
പുമാനിഹ വിഹായതം ഉപേക്ഷിച്ചിട്ട് പരലോകത്തിൽ അമുത്ര പരലോകത്തിൽ ചെന്ന് വേറൊരു ശരീരം കൊണ്ട് അമുത്രാന്യേന ദേഹേന വേറൊരു ശരീരം കൊണ്ട് അവൻ ആ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു. ദേഹേന ജുഷ്ടാനി സയദശ്നുതേ വേറെ ഒരു ദേഹം കൊണ്ട് ആ കർമ്മഫലങ്ങളെ ആ പരലോകത്തിൽ ചെന്നിട്ട് അനുഭവിക്കുന്നു. ഇത് ആദ്യത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തെ ഇപ്രകാരം അനുഭവിക്കുന്നു എന്നുള്ള ഇപ്രകാരമുള്ള വേദജ്ഞന്മാരുടെ ആ അഭിപ്രായം. ഇതി വേദവിദാം വാദഃ ശ്രൂയതേ തത്ര തത്ര അഭിപ്രായം അവിടെ അവിടെ അങ്ങനെ കേൾക്കാനുണ്ടല്ലോ, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്, കേൾക്കാനുണ്ടല്ലോ. തത്ര തത്ര കർമ്മയൽ ക്രിയതേ പ്രോക്തം വേദോക്തമായിരിക്കുന്ന അവിടെ അവിടെ കേൾക്കുന്നുണ്ടല്ലോ. ആ വേദോക്തമായിരിക്കുന്ന ഏത് കർമ്മം ചെയ്യപ്പെടുന്നുവോ, വേദങ്ങളിൽ പറയപ്പെടുന്ന ഏത് കർമ്മം ചെയ്യപ്പെടുന്നുവോ അതിൻ്റെ ഫലം പരോക്ഷം ആകയാൽ ന പ്രകാശതേ അത് പ്രകാശിക്കുന്നില്ല. അതിൻ്റെ ഫലം പരോക്ഷം. അതാണ് കർമ്മ യൽ ക്രിയതേ പ്രോക്തം പരോക്ഷം ന പ്രകാശതേ. ആ കർമ്മത്തിൻ്റെ ഫലം പരോക്ഷം ആകയാൽ ന പ്രകാശതേ അത് പ്രകാശിക്കുന്നില്ല. വേദത്തിൽ പറയുന്ന ആ കർമ്മത്തിൻ്റെ വേദോക്തമായിരിക്കുന്ന കർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കർമ്മഫലം പരോക്ഷം ആകയാൽ എപ്പോൾ വേണമെങ്കിൽ അനുഭവിക്കാം. കർമ്മത്തിൻ്റെ ഫലം എവിടെ വെച്ച് വേണമെങ്കിൽ അനുഭവിക്കാം. പക്ഷെ പെട്ടെന്ന് അത് പ്രകാശിക്കില്ല. ന പ്രകാശതയെ പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം നമ്മൾക്ക്. പുമാൻ ജീവാത്മാവ്, ഇഹ ഈ ലോകത്തിൽ, ഇഹലോകത്തിൽ എന്നർത്ഥം. ഏന ഏതിലൂടെ, കർമാണി കർമ്മങ്ങളെ, ആരഭതേ ആരംഭിക്കുന്നുവോ, തം ആ ശരീരത്തെ, വിഹായ ഉപേക്ഷിച്ചിട്ട്, അമുത്ര പരലോകത്തിൽ ചെന്ന്, അന്യേന വേറൊരു, ദേഹേന ശരീരം കൊണ്ട്, സഹ അവൻ, ഇഷ്ടാനി ആ കർമ്മഫലങ്ങളെ, അശ്നുതേ അനുഭവിക്കുന്നു. ഇതി എന്നുള്ള വേദവിദാം വേദജ്ഞന്മാരുടെ വാദ അഭിപ്രായം. തത്ര തത്ര അവിടെ അവിടെ, ശ്രൂയതേഹ കേൾക്കാനുണ്ടല്ലോ, പ്രോക്തം വേദോക്തമായിരിക്കുന്ന യത് ഏത്, കർമ്മക്രിയതേ കർമ്മം ചെയ്യപ്പെടുന്നുവോ, പരോക്ഷം അതിൻ്റെ ഫലം പരോക്ഷമാകിയാൽ ന പ്രകാശതേ പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്നും കൂടി പറയാത്ത പദങ്ങൾ. പുമാൻ ജീവാത്മാവ്, ഇഹ ഇഹലോകത്തിൽ, ഏന ഏതിലൂടെ, കർമാണി ആ കർമ്മങ്ങളെ, ആരഭതേ ആരംഭിക്കുന്നുവോ, തം ആ ശരീരത്തെ, വിഹായ ഉപേക്ഷിച്ചിട്ട്, അമുത്ര പരലോകത്തിൽ ചെന്ന്, അന്യേന വേറൊരു, ദേഹേന എന്ന ശരീരം കൊണ്ട്, സഹ അവൻ, ഇഷ്ടാനി ആ കർമ്മഫലങ്ങളെ, അശ്നുതേ അനുഭവിക്കുന്നു. ഇതി എന്നുള്ള വേദവിദാം വേദജ്ഞന്മാരുടെ വാദ അഭിപ്രായം. തത്ര തത്ര അവിടെ അവിടെ, ശ്രൂയതേഹ കേൾക്കാനുണ്ടല്ലോ, പ്രോക്തം വേദോക്തമായിരിക്കുന്ന യത് ഏത്, കർമ്മക്രിയതേ കർമ്മം ചെയ്യപ്പെടുന്നുവോ, പരോക്ഷം അതിൻ്റെ ഫലം പരോക്ഷമാകയാൽ ന പ്രകാശതേ പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട്, പുമാൻ ഇഹ ഏന കർമാണി ആരഭതേ തം വിഹായ അമുത്ര അന്യേന ദേഹാനി സഹ ജുഷ്ടാനി അശ്നുതേ ഇതി വേദവിദാം വാദ തത്ര തത്ര ശ്രൂയതേഹ പ്രോക്തം യത് കർമ്മക്രിയതേ പരോക്ഷം ന പ്രകാശതേ. എന്നും കൂടി പറയാം. പുമാൻ ഇഹ യേന കർമാണി ആരഭതേ തം വിഹായ അമുത്ര അന്യേന ദേഹേന സഹ ഇഷ്ടാനി അശ്നുതേ ഇതി വേദവിദാം വാദ തത്ര തത്ര ശ്രൂയതേഹ പ്രോക്തം യത് കർമ്മക്രിയതേ പരോക്ഷം ന പ്രകാശത്തെ. ജീവാത്മാവ് ഇഹലോകത്തിൽ ഏതിലൂടെ ആ കർമ്മങ്ങളെ ആരംഭിക്കുന്നുവോ ആ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പരലോകത്തിൽ ചെന്ന് വേറൊരു ശരീരം കൊണ്ട് അവൻ ആ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു എന്നുള്ള വേദവിജ്ഞന്മാരുടെ അഭിപ്രായം.
അവിടവിടെ കേൾക്കാനുണ്ടല്ലോ. വേദോക്തം ആയിരിക്കുന്ന ഏത് കർമ്മം ചെയ്യപ്പെടുന്നുവോ അതിൻ്റെ ഫലം പരോക്ഷമാകിയാൽ അത് പ്രകാശിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞു, ഉപദേശ വൈകല്യം ഏതുവായിട്ട് എനിക്കുണ്ടായ കാര്യമായിരിക്കുന്ന സംശയമെല്ലാം അങ്ങ് തീർത്തു. ഇനി ചിലതുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഇന്ദ്രിയ ഗോചരങ്ങളല്ലാത്ത കാര്യങ്ങളെപ്പറ്റി അറിവാൻ ഋഷികൾ കൂടി അപ്രാപ്തരാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോലും അത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചാൽ മോഹിച്ചു പോവുകയാണ് ചെയ്യുന്നത്. മുഹ്യന്തി എന്നാണ് പറയുന്നത് ഋഷിമാരും. അപ്പോൾ ഇഹലോകത്ത് കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരം കൊണ്ടാണ്. മരിക്കുമ്പോൾ ആ ശരീരം ഉപേക്ഷിക്കുന്നു, പരലോകത്തേക്കാണ് പോകുന്നത്. ഇവിടെ കർമ്മം ചെയ്ത ആ പാഞ്ചഭൗതികമായ ശരീരമല്ല, ലിംഗശരീരമാണ്. ഭൗതിക ശരീരം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പരലോകത്തേക്ക് ചെന്നെത്തുന്ന വേറൊരു ശരീരം. അപ്പോൾ ഇവിടെ ഇഹലോകത്ത് ആ കർമ്മങ്ങൾ ചെയ്യുന്നത് ശരീരം കൊണ്ടാണ്. മരിക്കുമ്പോൾ ആ ശരീരം നമ്മൾ ഉപേക്ഷിക്കണം. പരലോകത്തേക്ക് പോകുന്നത് ഇവിടെ കർമ്മം ചെയ്ത ആ പാഞ്ചഭൗതികമായിരിക്കുന്ന ശരീരം അല്ല. ഇതിനെ അനുഭവിക്കുന്നത് ഒരു ലിംഗശരീരം ആണ്. അപ്പോൾ ഭൗതിക ശരീരം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പരലോകത്തേക്ക് ചെന്നെത്തുന്ന വേറൊരു ശരീരം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ, വേദോക്തമായിരിക്കുന്ന കർമ്മം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം അദൃഷ്ടം ആകയാൽ, അതാണ് പരോക്ഷം എന്ന് പറഞ്ഞത്, അതിൻ്റെ ഫലം അദൃഷ്ടമാകയാൽ പ്രത്യക്ഷമായിട്ട് അത് കാണുന്നില്ല. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേദജ്ഞരായവർ തന്നെ ഓരോരോ വിധത്തിൽ പറയുന്നതായിട്ട് കേൾക്കുന്നു. ഇവ പരസ്പര വിരുദ്ധമല്ലേ, എന്താണ് ശരിയായ തത്വം എന്ന് ഉപദേശിച്ചു തന്നാലും എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ആ ജീവാത്മാവ് ഈ ലോകത്ത് വന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ശരീരം കൊണ്ടാണ്. ഈ ഭൗതികമായിരിക്കുന്ന പാഞ്ചഭൗതികമായിരിക്കുന്ന ശരീരം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. മരിക്കുമ്പോൾ ആ ശരീരം ആ ജീവാത്മാവ് ഉപേക്ഷിക്കുന്നു. എന്നിട്ട് പരലോകത്തേക്ക് പോകുന്നു. അവിടെ ആ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഫലം ആ പാഞ്ചഭൗതികമായിരിക്കുന്ന ശരീരം കൊണ്ടല്ല അനുഭവിക്കുന്നത്. അവിടെ ചെന്നിട്ട് ആ ലിംഗശരീരം കൊണ്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഭൗതിക ശരീരം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം പരലോകത്തേക്ക് ചെന്നെത്തുന്ന വേറൊരു ശരീരം അനുഭവിക്കേണ്ടി വരുന്നു. ഇത് എങ്ങനെയെന്നുള്ളതാണ് സംശയം. അപ്പോൾ വേദോക്തമായിരിക്കുന്ന കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം അദൃഷ്ടം പരോക്ഷ ആണ്. വേദോക്തമായി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഷ്ഠിച്ചേ തീരുന്നു വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കർമ്മത്തിൻ്റെ ഫലം അദൃഷ്ടം ആകയാൽ അത് പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് പരോക്ഷമായിട്ടാണ് അത് അനുഭവിക്കുന്നത്. അടുത്ത ലോകത്തിൽ അത് പരോക്ഷമായിട്ട് അനുഭവിക്കുന്നു. ഇങ്ങനെ ആ വേദജ്ഞരായവർ തന്നെ ഓരോരോ വിധത്തിൽ പറയുന്നതായി കേൾക്കുന്നു. ഇവ പരസ്പര വിരുദ്ധം അല്ലേ, എന്താണ് ശരിയായ തത്വം എന്ന് ഉപദേശിച്ചാലും ഉള്ളതാണ് ഇതിൽ പറയുന്നത്. വിപ്രൻ എന്നാൽ വിദ്യാസമ്പന്നനായിരിക്കുന്ന ബ്രാഹ്മണൻ. ജന്മനാ ബ്രാഹ്മണോ ജ്ഞേയ സംസ്കാരൈർദ്വിജ ഉച്യതേ വിദ്യയായാദി വിപ്രത്വം ശ്രോത്രിയസ്ത്രിഭിരേവച ശ്രോത്രിയസ്ത്രിഭിരേവച. അതിസംഹിതയിൽ പറയുന്നതാണ് ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളത്. ജന്മനാ ബ്രാഹ്മണോ ജ്ഞേയ സംസ്കാരൈർദ്വിജ, ജനിക്കുമ്പോൾ അദ്ദേഹം ബ്രാഹ്മണനാണ്. സംസ്കാരം കൊണ്ട് ആ ഉപനയനാദി സംസ്കാരങ്ങളെ കൊണ്ട് അദ്ദേഹം ദ്വിജൻ എന്ന് പറയപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യ കൊണ്ട്, വിദ്യയായാദി വിപ്രത്വം, വിദ്യ കൊണ്ടാണ് അയാളെ വിപ്രൻ എന്ന് പറയുന്നത്. ശ്രോത്രിയസ്ത്രിഭിരേവച, അവർ ശ്രോത്രിയന്മാരും കൂടി ആയിത്തീരും. അതായത് ശ്രുതികളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ആ ബ്രാഹ്മണർ ശ്രോത്രിയന്മാരായിത്തീരും. ശ്രുതികളൊക്കെ പഠിച്ചിട്ട് വേദങ്ങളൊക്കെ പഠിച്ച് ആ വേദവിശാരദന്മാരാകുമ്പോൾ അവർ ശ്രോത്രിയൻ എന്നാണ് പറയുന്നത്. വിപ്രൻ എന്നാൽ വിദ്യാസമ്പന്നനായിരിക്കുന്ന ബ്രാഹ്മണൻ. ജന്മനാ ബ്രാഹ്മണോ ജ്ഞേയ സംസ്കാരേർദ്വിജ ഉച്യതേ വിദ്യയായ വിപ്രത്വം ശ്രോത്രിയസ്ത്രിഭിരേവച പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടെ വന്നിട്ട് ആ ജീവൻ ഏതൊരു ദേഹം കൊണ്ട് കർമ്മം ചെയ്യുന്നുവോ ആ ദേഹം ഇവിടെ തന്നെ വിട്ടിട്ട് ആ പരലോകത്തിൽ
കർമ്മങ്ങളാൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു ദേഹം കൊണ്ടാണ് ഫലം അനുഭവിക്കുന്നതെന്ന് വേദജ്ഞന്മാർ പറയാറുണ്ട്. വേദോക്തമായി ചെയ്യപ്പെടുന്ന ആ കർമ്മം യാതൊന്നോ അത് ക്ഷണികമായതിനാൽ പിന്നെ പ്രകാശിക്കുന്നില്ല. വേദോക്തമായി ചെയ്യുന്ന കർമ്മം യാതൊന്നോ അത് ക്ഷണികം ആയതിനാൽ അത് പിന്നെ പ്രകാശിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ ആ ആത്മതത്വം ഉപദേശിച്ചതിനെ അനുവദിച്ചു പറഞ്ഞ ആ പ്രാചീന ബർഹിസ് കർമ്മമാർഗത്തെക്കുറിച്ച് തനിക്കുള്ള 2 സംശയങ്ങൾ നാരദരോട് ചോദിക്കുകയാണ്. ഹേ ഭഗവാൻ, പുരുഷൻ ഏതൊരു സ്ഥൂലദേഹം കൊണ്ട് ഈ ലോകത്തിൽ കർമ്മങ്ങളെ നടത്തുന്നുവോ ആ കർമ്മഫലങ്ങളായിട്ട് സ്വർഗത്തിലോ നരകത്തിലോ ലഭിക്കുന്ന ആ ഭോഗങ്ങളെ അനുഭവിക്കുന്നത് അന്യമായ ദേഹം കൊണ്ടാകുന്നു. വേറൊരു ദേഹം കൊണ്ടാണ് ആ സ്വർഗഫല കാമങ്ങൾ ഇല്ലെങ്കിൽ നരകത്തിൻ്റെ ഫലങ്ങളൊക്കെ മറ്റൊരു ദേഹം കൊണ്ടാണ് അനുഭവിക്കുന്നത്. കർമ്മം ചെയ്യുന്നതിന് ഉപയോഗിച്ച സ്ഥൂല ശരീരത്തെ ദേഹി ഈ ലോകത്തിൽ തന്നെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് എന്നാണല്ലോ ആ ശാസ്ത്രം അറിഞ്ഞവർ പറയുന്നത്. ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് കർമ്മം ചെയ്യുന്ന ശരീരത്തെ. പക്ഷെ അതിൻ്റെ കർമ്മഫലം അനുഭവിക്കുന്നത് മറ്റൊരു ശരീരം കൊണ്ടാണ്, ഈ സ്വർഗവും നരകവും ഒക്കെ അനുഭവിക്കുന്നത്. ഇത് യുക്തമാണോ എന്ന് ചോദിച്ചാൽ കർമ്മം ചെയ്യാൻ മുഖ്യോപാധിയായിരിക്കുന്ന സ്ഥൂലദേഹത്തിൻ്റെ സംബന്ധം കൂടാതെ അതിസൂക്ഷ്മമായിരിക്കുന്ന ലിംഗദേഹമാകുന്ന ഉപാധി കൊണ്ട് ആ ജീവൻ എങ്ങനെയാണ് സുഖദുഃഖാദികളെ അനുഭവിക്കുന്നത് എന്നൊരു സംശയം ഇപ്രകാരം ആ ശാസ്ത്രങ്ങളിൽ അവിടവിടെ ആ വേദം അറിഞ്ഞവരെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ വേദത്താൽ പറയപ്പെട്ടിരിക്കുന്ന യജ്ഞാദി കർമ്മങ്ങൾ യാതൊന്നോ അത് പരലോകത്തിൽ ഇല്ല. പരലോകത്തിൽ ചെന്നാൽ ഇവിടെ വരുമ്പോൾ മാത്രമേ നമ്മൾ ആ യജ്ഞാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. കർമ്മകാണ്ഡത്തിന് പ്രസക്തി ഇവിടെ ജീവൻ എടുത്ത് വരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ഭോഗ കാരണം ആയിരിക്കുന്ന കർമ്മം ഭോഗകാരണം, അപ്പോൾ കർമ്മഫലം അനുഭവിക്കുന്നത് മറ്റൊരു ദേഹമാണ്. അപ്പോൾ ഭോഗ കാരണമായിരിക്കുന്ന കർമ്മം അത് എന്താണെന്ന് കാണപ്പെടാതിരിക്കെ ഫലം എങ്ങനെ കർമ്മസംബന്ധമില്ലാതെ പരലോകത്തിൽ അനുഭവപ്പെടും? അപ്പോൾ എങ്ങനെയാണ് ആ അടുത്ത ശരീരം കൊണ്ട് ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്നത്? ഇതാണ് രണ്ടാമത്തെ സംശയം. അപ്പോൾ അതിന് ഉത്തരം ആയിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യാഖ്യാനത്തിൽ നോക്കാം. അത്രതു കശ്ചിൽ സംശയോ വർത്തതേ. സംശയമാഹ, സംശയം ഇതാണ്. എന്താ? നരോ ഏന ദേഹേന കർമാണ്യാരഭതേ. മനുഷ്യൻ ഏതു ദേഹത്തെ കൊണ്ടാണോ കർമ്മത്തെ ആരംഭിക്കുന്നത്, ആരഭതേ തം ദേഹം ത്യക്ത്വ, ആ ദേഹത്തെ ത്യജിച്ചിട്ട് പരലോകേ അന്യദേഹേനോപഭുക്താനി, പരലോകത്തിൽ അന്യദേഹം കൊണ്ട് അതിൻ്റെ ഫലത്തെ അനുഭവിക്കണു. പ്രാപ്നോതി, അതിനെ പ്രാപിക്കണു എന്നർത്ഥം. ഇത് ജ്ഞാനിനാം വാദസ്തത്ര തത്ര ദൃശ്യത. ഇപ്രകാരം ആ അറിവുള്ളവരെ വാദങ്ങളെ കൊണ്ട് ഇവിടെ പറയപ്പെടുന്നു. വാദസ്തത്ര, അവിടെ വാദിച്ച് ഇതിങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നാരദൻ പറയുകയാണ്, ഹേ നൃപ ഏനൈവ മനഃപ്രധാന. അപ്പോൾ ഇത് ഇത്ര ഏനൈവ മനഃപ്രധാനേന, ഈ മനസ്സിൻ്റെ പ്രധാനം കൊണ്ട് ഉള്ള ലിംഗദേഹേനേക കർമാരഭതേ. ലിംഗദേഹം കൊണ്ടാണ് കർമ്മം ആരംഭിക്കുന്നത്. തേനൈവ ദേഹാനാമുത്ര ഭുങ്ക്തേ. ആ ശരിക്കിത് മനഃകൃതം ആയിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പോൾ മനഃകൃതമായിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിക്കുന്നത് വാസ്തവത്തിൽ ഈ സ്ഥൂലദേഹം അല്ല, ആ ലിംഗദേഹമാണ് അതിൻ്റെ ഫലങ്ങൾ. സ്ഥൂലദേഹം കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് സൂക്ഷ്മദേഹം കൊണ്ടാണ് അനുഭവിക്കുന്നത്. അന്യലോകത്തിൽ ചെന്നിട്ട് സൂക്ഷ്മദേഹം കൊണ്ടാണ് അനുഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം അതിൻ്റെ വ്യാഖ്യാനം. നാരദ ഉവാച ഹേ നൃപ, സംശയമാഹ അത്രതു കശ്ചിൽ സംശയോ
വർത്തതേ സംശയമാഹ. ഹേ നാരദ, അല്ലയോ നാരദ, നരോ ഏന ദേഹേന കർമാണ്യാരഭതേ തം. മനുഷ്യൻ ഏതു ദേഹം കൊണ്ടാണോ കർമ്മം ആരംഭിക്കുന്നത്, തം ദേഹം ത്യക്ത്വ, ആ ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പരലോകേ അന്യദേഹേനോപഭുക്താനി, പരലോകത്തിൽ വെച്ച് സൂക്ഷ്മദേഹം കൊണ്ട് അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നു. ഭുക്താനി പ്രാപ്നോതി. ഇതി ജ്ഞാനിനാം വാദസ്തത്ര തത്ര ദൃശ്യത്തെ. ഇപ്രകാരം ആ ജ്ഞാനികളുടേതായിരിക്കുന്ന വാദം പല സ്ഥലത്തുമായിട്ട് അവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നാരദ ഉവാച, നാരദൻ പറയാണ്, ഹേ നൃപ, അല്ലയോ രാജാവേ, ഏനൈവ ഇപ്രകാരം മനഃപ്രധാനോ ലിംഗദേനേഹ മനഃപ്രധാനേന ലിംഗദേഹേനേഹ, ഇപ്രകാരം മനഃപ്രധാനം ആയിരിക്കുന്ന ലിംഗദേഹം കൊണ്ട് കർമാരഭതേ, ശരിക്ക് കർമ്മം ആരംഭിക്കുന്നത് ഈ മനഃപ്രധാനം കൊണ്ടാണ് ഈ കർമ്മം ആരംഭിക്കുന്നത്. തേനൈവ ദേഹേനാമുത്ര ഭുങ്ക്തേ, അങ്ങനെയുള്ള ആ സൂക്ഷ്മദേഹം കൊണ്ട് അന്യലോകത്തിൽ വെച്ച് അതിൻ്റെ ഫലത്തെ അനുഭവിക്കണു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കാം. അത്രതു കശ്ചിൽ സംശയോ വർത്തതേ സംശയമാഹ. ഹേ നാരദ, നരോ ഏന ദേഹേന കർമാണ്യാരഭതേ തം ദേഹം ത്യക്ത്വാ പരലോകേ അന്യദേഹേനോപഭുക്താനി പ്രാപ്നോതി. ഇതി ജ്ഞാനിനാം വാദസ്തത്ര തത്ര ദൃശ്യത്തെ. നാരദ ഉവാച, ഹേ നൃപ, ഏനൈവ മനഃപ്രധാനേന ലിംഗദേഹേനേഹ കർമാരഭതേ തേനൈവ ദേഹേനാമുത്ര ഭുങ്ക്തേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്തത് 30-ാമത്തെ ശ്ലോകം, അല്ല 60-ാമത്തെ ശ്ലോകം, 60-ാമത്തെ ശ്ലോകം. നാരദ ഉവാച, 61 ആണ്. ഏനൈവാരഭതേ കർമ്മ തേനൈവാമുത്ര തൽപുമാൻ ഭുങ്ക്തേ ഹ്യവ്യവധാനേന ലിംഗേന മനസാ സ്വയം. ഇതാണ് ഇപ്പോൾ പറഞ്ഞ അടുത്ത ശ്ലോകം 61. ശയാനമിമമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണ വാ. ശയാനമിതമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണ വാ. ശ്വസന്തം, ശ്വസിച്ചുകൊണ്ട്, ശയാനം, ആ കിടന്നുറങ്ങുന്ന ഇതിനെ വിട്ട് മനുഷ്യൻ മനസ്സിൽ രൂപം കൊള്ളുന്ന കർമ്മത്തെ അതേവിധമോ അല്ലെങ്കിൽ ഇതരേണവ വ്യത്യസ്തമായിട്ടോ എങ്ങനെ അനുഭവിക്കുന്നുവോ അപ്രകാരമാണ് മരണശേഷം ഉള്ള ആ കർമാനുഭൂതി. ശയാനമിമമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണവ. ശ്വസന്തം, ശ്വസിച്ചുകൊണ്ട്, ശയാനം, കിടന്നുറങ്ങുന്ന, ഇമം, ഇതിനെ, ഉത്സൃജ്യ, വിട്ടിട്ട്, ശ്വസിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഈ ശരീരത്തെ വിട്ടിട്ട് പുരുഷൻ, മനുഷ്യൻ, ആത്മനി, മനസ്സിൽ, ആഹിതം, രൂപം കൊള്ളുന്ന കർമ്മത്തെ താദൃശേന, അതേവിധമോ, ഇതരേണവ, വ്യത്യസ്തമായോ, യഥ, എങ്ങനെ, ഭുങ്ക്തേ, അനുഭവിക്കുന്നുവോ അപ്രകാരമാണ് മരണശേഷമുള്ള ആ കർമാനുഭൂതി. അപ്പം മനസ്സിലെ എപ്രകാരമാണോ അതിൻ്റെ ഫലം അദ്ദേഹം ഉദ്ദേശിച്ചത്, ആ ഫലം ആണ് ആ സൂക്ഷ്മദേഹം കൊണ്ട് ഈ മരിച്ചതിന് ശേഷം അന്യലോകത്തിൽ ചെല്ലുമ്പോൾ ആ സൂക്ഷ്മദേഹം കൊണ്ട് അതിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നതെന്നർത്ഥം. ശയാനമിമമുത്സൃജ്യ ശ്വസന്തം പുരുഷോ യഥാ കർമാത്മന്യാഹിതം ഭുങ്ക്തേ താദൃശേനേതരേണവ. ഇപ്പോൾ ശ്വസന്തം, ശ്വസിച്ചുകൊണ്ട്, ശയാനം, കിടന്നുറങ്ങുന്ന, ഇമം, ഇതിനെ, ഉത്സൃജ്യ, വിട്ടിട്ട്, പുരുഷ, മനുഷ്യൻ, ആത്മനി, മനസ്സിൽ, ആഹിതം, രൂപം കൊള്ളുന്ന കർമ്മത്തെ, താദൃശേന, അതേവിധമോ, ഇതരേണവ, വ്യത്യസ്തമായോ, യഥാ, എങ്ങനെ, ഭുങ്ക്തേ,
അനുഭവിക്കുന്നുവോ അപ്രകാരമാണ് മരണശേഷം കർമാനുഭൂതി. ഒന്നും കൂടി പറയാം. ശ്വസന്തം ശ്വസിച്ചുകൊണ്ട്, ശയാനം കിടന്നുറങ്ങുന്ന, ഇമം ഇതിനെ, ഉത്സൃജ്യ വിട്ടിട്ട്, പുരുഷ മനുഷ്യൻ, ആത്മനി മനസ്സിൽ, ആഹിതം രൂപം കൊള്ളുന്ന, കർമ്മ കർമ്മത്തെ, താദൃശേന അതേതു വിധമോ, ഇതരേണവ വ്യത്യസ്തമായോ, യഥാ എങ്ങനെ, ഭുങ്ക്തേ അനുഭവിക്കുന്നുവോ അപ്രകാരമാണ് മരണശേഷം കർമാനുഭൂതി. അപ്പോൾ ഇത്തെ അന്വയം വന്നിട്ട് ശ്വസന്തം ശയാനം ഇമം ഉത്സൃജ്യ പുരുഷ ആത്മനി ആഹിതം കർമ്മ താദൃശേന ഇതരേണ വാ യഥാ ഭുങ്ക്തേ. ഒന്നും കൂടി പറയാം. ശ്വസന്തം ശയാനം ഇമം ഉത്സൃജ്യ പുരുഷ ആത്മനി ആഹിതം കർമ്മ താദൃശേന ഇതരേണ വാ യഥാ ഭുങ്ക്തേ യഥാ ഭുങ്ക്തേ. അപ്പോൾ സ്വപ്നത്തിൽ ശ്വസിച്ചുകൊണ്ട് കിടന്നിറങ്ങുന്ന ഇതിനെ വിട്ടിട്ട്, ഈ ശരീരത്തെ വിട്ടിട്ട് മനുഷ്യൻ മനസ്സിൽ രൂപം കൊള്ളുന്ന കർമ്മത്തെ അതേ വിധമോ വ്യത്യസ്തമായോ എങ്ങനെ അനുഭവിക്കുന്നുവോ അപ്രകാരമാണ് മരണശേഷമുള്ള കർമാനുഭൂതി. സ്വപ്നത്തിൽ ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായിട്ട് വേറൊന്ന് സ്വീകരിച്ചതായിട്ട് തോന്നാറുണ്ടല്ലോ, അതുപോലെ സ്വപ്നത്തിൽ ഈ ശരീരത്തെ വിട്ട് ശരീരത്തിൽ നിന്നും ഭിന്നമായിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിച്ചതായിട്ട് തോന്നാറുണ്ടല്ലോ. ആ കൽപ്പിത ശരീരമാണല്ലോ സ്വപ്നാവസ്ഥയിലെ കർത്താവും ഭോക്താവും. അതുപോലെയാണ് കർമ്മങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ആ ലിംഗ ദേഹ ശരീരത്തിൻ്റെ അവസ്ഥ. സ്വപ്നത്തിൽ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമായിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിച്ചതായിട്ട് തോന്നുന്നത് പോലെയാണ് ഈ തോന്നാറുണ്ടല്ലോ ആ കൽപ്പിത ശരീരം. അതാണല്ലോ സ്വപ്നാവസ്ഥയിലെ കർത്താവും ഭോക്താവും. അതുപോലെയാണ് ഈ കർമ്മങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ലിംഗശരീരത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ ഈ 61-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്ത് ശയിക്കുന്ന ഈ സ്ഥൂലദേഹത്തെ ഇവിടെ വിട്ട് അതിന് തുല്യമോ അല്ലാതെയോ ഉള്ള മറ്റൊരു സ്വപ്നദേഹം കൊണ്ട് മനസ്സിൽ സംസ്കാര രൂപേണയുള്ള കർമ്മത്തിൻ്റെ ഫലം എങ്ങനെ അനുഭവിക്കുന്നു, അങ്ങനെ ആ ലോകാന്തരത്തിലും ദേഹം കൊണ്ട് അനുഭവിക്കുന്നു. സ്വപ്നത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്ത് ശയിക്കുന്ന ഈ സ്ഥൂലദേഹത്തെ ഇവിടെ വിട്ട് അതിന് തുല്യമോ അല്ലാതെയോ ഉള്ള ആ മറ്റൊരു സ്വപ്നദേഹം കൊണ്ട് മനസ്സിൽ സംസ്കാര രൂപേണയുള്ള കർമ്മത്തിൻ്റെ ഫലം എങ്ങനെ അനുഭവിക്കുന്നുവോ അപ്രകാരമാണ് ലോകാന്തരത്തിലും ദേഹം കൊണ്ട് ഈ ഫലത്തെ അനുഭവിക്കുന്നത്. അപ്പോൾ നാരദർ പറഞ്ഞു, ആ ജീവാത്മാവ് മനോരൂപമായിരിക്കുന്ന യാതൊരു ലിംഗദേഹത്തോട് യോജിച്ചിട്ട് ഈ ലോകത്തിൽ കർമ്മങ്ങൾ ചെയ്തുവോ ആ ലിംഗദേഹമാകുന്ന ജീവോപാധി നശിക്കുന്നില്ല. അതോടുകൂടി തന്നെ ആ പരലോകത്തിൽ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്നു. അതിനാൽ ആദ്യത്തെ സംശയത്തിന് കാരണം ഇല്ല. ലിംഗദേഹം ഉപകരണം, ജീവൻ കർത്താവ്, ആ ഉപകരണവും കർത്താവും പരലോകത്തിലും ഉണ്ട്. ഇതിനെ അല്പം സ്പഷ്ടമാക്കാം. രാജാവിനുണ്ടായ സംശയം, കർമ്മം ചെയ്തത് സ്ഥൂലദേഹം അല്ലേ, അതിനെ ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. പരലോകത്തിൽ സുഖദുഃഖാനുഭവത്തിന് ഉപകരണം ഏത് എന്നായിരുന്നു. അപ്പോൾ സ്ഥൂലദേഹം കർമ്മം ചെയ്യുന്നുവെങ്കിലും ആ സൂക്ഷ്മദേഹമായിരിക്കുന്ന മനസ്സിനാണ് കർമ്മത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അപ്പോൾ മനസ്സുകൊണ്ടുള്ള വിചാരം ആണ് ആദ്യം, രണ്ടാമതാണ് കർമ്മം. അപ്പോൾ ആ മനസ്സാകുന്ന സൂക്ഷ്മദേഹം മരണത്തിൽ നശിക്കുന്നില്ല, ജ്ഞാനം കൊണ്ട് മാത്രമേ അത് നശിക്കുകയുള്ളൂ എന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാൻ വേണമെങ്കിൽ, ആ ജീവാത്മാവ് മനോരൂപമായിട്ടിരിക്കുന്ന യാതൊരു ലിംഗദേഹത്തോട് യോജിച്ചിട്ട് ഈ ലോകത്തിൽ കർമ്മങ്ങളെ ചെയ്തുവോ ആ ലിംഗദേഹം ആകുന്ന ജീവോപാധി നശിക്കണില്ല. അതോടുകൂടി തന്നെ ആ പരലോകത്തിൽ കർമ്മഫലങ്ങളെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ആ ആദ്യത്തെ സംശയത്തിന് കാരണം ഇല്ല. ലിംഗദേഹം ഉപകരണം, ജീവൻ കർത്താവ്,
ആ ഉപകരണവും കർത്താവും പരലോകത്തിലും ഉണ്ട്. അതിനെ അല്പം സ്പഷ്ടമാക്കാം. രാജാവിനുണ്ടായ സംശയം, കർമ്മം ചെയ്തത് സ്ഥൂലദേഹമല്ലേ, അതിനെ ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. പരലോകത്തിൽ സുഖദുഃഖാനുഭവത്തിൻ്റെ ഉപകരണം ഏത് എന്നായിരുന്നു. സ്ഥൂലദേഹം കർമ്മം ചെയ്യുന്നുവെങ്കിലും ആ സൂക്ഷ്മദേഹമായിരിക്കുന്ന മനസ്സിനാണ് കർമ്മത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മനസ്സുകൊണ്ടുള്ള വിചാരമാണ് ആദ്യം, രണ്ടാമതാണ് കർമ്മം. ആ മനസ്സാകുന്ന സൂക്ഷ്മദേഹം മരണത്തിൽ നശിക്കുന്നില്ല, ജ്ഞാനം കൊണ്ട് മാത്രമേ അത് നശിക്കുകയുള്ളൂ. ഇനി ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം. അപ്പോൾ ഹേ നാരദ, നരോ യേന ദേഹേന കർമാണ്യാരഭതേ തം ദേഹം ത്യക്ത്വാ പരലോകേ അന്യദേഹേനോപയുക്താനി പ്രാപ്നോതി ഇതി ജ്ഞാനിനോ വാദസ്തത്ര തത്ര ദൃശ്യതേ. നാരദ ഉവാച, ഹേ നൃപ, ഏനൈവ മനഃപ്രധാനേന, ഇപ്രകാരം മനഃപ്രധാനമായിരിക്കുന്ന ലിംഗദേഹം കൊണ്ട് കർമാരഭതേ തേനൈവ, കർമ്മത്തിൻ്റെ ആ ഫലങ്ങളെ ആ ദേഹേന ആമുത്ര ആ അന്യ ലോകത്തിൽ അതിനെ അനുഭവിക്കുന്നു. സ്വപ്നേ യഥാ, സ്വപ്നത്തിലെ എപ്രകാരമാണോ പുരുഷൻ ശയാനമിമം ജാഗ്രദ്ദേഹം ശയിക്കുമ്പോൾ സ്വപ്നത്തിൽ ആ ഉറങ്ങണ ആ പുരുഷൻ ജാഗ്രതായിട്ട് ആ ദേഹത്തിൽ ശ്വസന്തം ജീവന്തം ഉത്സൃജ്യ, ആശ്വസിക്കുന്ന ആ ജീവൻ അതിൽ അഭിമാനിയായിട്ട് ഉത്സൃജ്യ ആ ശരീരത്തെ ത്യജിക്കുന്നുവോ. സ്വപ്നത്തിൽ ആ ശരീരത്തെ ത്യജിക്കുന്ന ജീവൻ മനസ്സിൽ സംസ്കാരരൂപേണാഹിതം, ആ മനസ്സിൻ്റെ സംസ്കാരപ്രകാരം ആ കർമ്മത്തിൻ്റെ ഫലത്തെ ഭുങ്ക്തെ, എപ്രകാരമാണോ ഭുജിക്കുന്നത്, തഥാ അതുപോലെ ലോകാന്തരോപി, ലോകത്തിന് അന്തരം, ഈ ലോകത്തിൽ നിന്നും മരിച്ചു പോയി കഴിഞ്ഞാൽ ആ അനുഭവം ആണ് ആ സൂക്ഷ്മദേഹത്തിന് ഉണ്ടാവണമെന്നർത്ഥം. ഒന്നും കൂടി പറയാം. സ്വപ്നേ യഥാ പുരുഷ, സ്വപ്നത്തിലെ പ്രകാരമാണോ ശയാനമിമം ശയിക്കുകയാണ് ജാഗ്രദേഹം, ജാഗ്രതായിരിക്കുന്ന ദേഹം ശ്വസിക്കുന്നുണ്ട്, ശ്വസന്തം ജീവന്തം ഉത്സൃജ്യ, ആ ജീവനെ ഉപേക്ഷിച്ചിട്ട് തദഭിമാനം, അതിൽ അഭിമാനിക്കുന്ന അതിലുള്ള അഭിമാനത്തെ ത്യക്ത്വ, ആ ജീവൻ ഉള്ള ശരീരത്തിലുള്ള അഭിമാനത്തെ ത്യജിച്ചിട്ട് മനസ്സിൽ സംസ്കാരരൂപേണാഹിതം, സംസ്കാരരൂപം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ആ കർമ്മഫലത്തെ ഭുങ്ക്തെ അനുഭവിക്കുന്നത്. അതുപോലെ തഥാ ലോകാന്തരേപി, ആ ലോകത്തിൽ നിന്ന് മരിച്ചു പോയാൽ ഉണ്ടാകുന്ന അനുഭൂതിയും അതുപോലെ ആ സൂക്ഷ്മദേഹത്തിലാണ് ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. സ്വപ്നേ യഥാ പുരുഷ ശയാനമിമം ജാഗ്രദ്ദേഹം ശ്വസന്തം ജീവന്തം ഉത്സൃജ്യ തദഭിമാനം ത്യക്ത്വാ മനസി സംസ്കാരരൂപേണാഹിതം ഭുങ്ക്തേ തഥാ ലോകാന്തരേപി. തഥാ ലോകാന്തരേ അപി. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മനസ്സിലാക്കുക. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഒന്നുകൂടി പറയുന്നത്, സ്വപ്നത്തിൽ ഈ ശരീരത്തിൽ നിന്നും ഭിന്നമായിട്ട് വേറൊന്ന് സ്വീകരിച്ചതായിട്ട് തോന്നാറുണ്ടല്ലോ, ആ കൽപ്പിത ശരീരമാണല്ലോ സ്വപ്നാവസ്ഥയിലെ കർത്താവും ഭോക്താവും. അതുപോലെയാണ് ആ കർമ്മങ്ങളെ സംബന്ധിച്ച് ലിംഗശരീരത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് വളരെ ലളിതമായിട്ടുള്ള അതിൻ്റെ അർത്ഥം. അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ.